ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് അയച്ചു തരാവുന്നതാണ്. നമ്മൾ യാതൊരുവിധ ചാർജുകളോ കമ്മീഷനോ വാങ്ങാതെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനത്തിലും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സെയിൽ ചെയ്യാനുള്ളതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ 4 മാസം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മീഡിയം കോട്ട് പപ്പിയാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ 4 മാസം പ്രായമായത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മീഡിയം കോട്ട് പപ്പി ഫീമെയിൽ 4 മാസമായത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 8500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫിഞ്ചസ്, അതേപോലെ പ്രാവുകൾ, ലവ് ബേർഡ്സ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലങ്കോടാണ്. കന്യാകുമാരി പാറശാല അടുത്ത് കൊല്ലങ്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ഫിഞ്ചസിന് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് 150 രൂപയാണ് ഫിഞ്ചസിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ ലവ് ബേർഡ്സിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പീസ് റേറ്റ് 100 രൂപയാണ് ലവ് ബേർഡ്സിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഫിഞ്ചസും ലവ് ബേർഡ്സൊക്കെ ഒരുപാട് ഇവിടെ കൊടുക്കാനുണ്ട്. കൊല്ലങ്കോടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ സെയിലിൽ വന്നിരിക്കുന്നതാണ് പ്രാവുകൾ. നോർമൽ നാടൻ പ്രാവുകൾ, ക്രോസ് പ്രാവുകൾ പീസ് റേറ്റ് 100 രൂപയും ഹോമർ പെയറിന് 500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവുകളും ഫിഞ്ചസ്, ലവ് ബേർഡ്സൊക്കെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് റോഡ് വീലർ 1.5 വയസ്സുള്ള ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 16000 രൂപയാണ് ഇതിന് വേണ്ടി ചോദിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 16000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഗപ്പികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള കൊറിയറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാറ്റിനം റെഡിൻ്റെ ഡംബോയിയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല ഇയർ ക്വാളിറ്റിയൊക്കെയുള്ള നല്ല അടിപൊളി പ്ലാറ്റിനം റെഡാണ് വന്നിരിക്കുന്നത്. 120 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് 3 വെറൈറ്റി ഗപ്പികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാത്തിനും പെയറിന് 120 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ ലൈസ് എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഗപ്പിയുടെ പെയറിൻ്റെ റേറ്റും 120 രൂപ തന്നെയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ സെയിലൊക്കെ അവൈലബിൾ ആണ്. ഗപ്പികൾ ഒരുപാട് കൊടുക്കാനുണ്ട് 3 വെറൈറ്റിയിൽ തന്നെ. നല്ല അടിപൊളി ബ്രീഡിങ് സൈസൊക്കെയാണ് വന്നിരിക്കുന്നത്. 120 രൂപ. അടുത്ത ചില്ലി മോസൈക്ക് ഡംബോയിയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പെയറിനായിട്ട് ചോദിക്കുന്ന റേറ്റ് 120 രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള കൊറിയറൊക്കെ അവൈലബിൾ ആണ്. ഗപ്പീസിനൊക്കെ എടുക്കാൻ നല്ല വെറൈറ്റി ഗപ്പികളൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഇയർ ക്വാളിറ്റിയൊക്കെയുള്ള ഗപ്പികളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് മൊയിലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 4 മാസമായതുകൊണ്ട് 5 മാസം പ്രായമായതുകൊണ്ട് ബൾക്കായിട്ടൊക്കെ സെയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മാള അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ആലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പ്രോപ്പർ ലൊക്കേഷൻ ആലത്തൂർ. അപ്പോൾ ഇതിന് പീസ് റേറ്റ് ചോദിക്കുന്നത് 350 രൂപയാണ് ചോദിക്കുന്നത്. ക്രോസ് ബ്രീഡാണ്. നല്ല അടിപൊളി മൊയിലുകൾ 4 മാസമായതും 5 മാസമായതും 5 ഒരുമിച്ച് എടുക്കണമെങ്കിൽ 300 വെച്ചാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് ഷിറ്റ്സുവിൻ്റെ വിത്ത് KCI ഉള്ള മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 16000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. വിത്ത് KCI ഉള്ള മെയിൽ പപ്പീസ് നല്ല അടിപൊളി ഷിറ്റ്സുവിൻ്റെ പപ്പീസ് മെയിൽ പപ്പീസിലൊക്കെ 16000 രൂപ വരുന്നുള്ളൂ വിത്ത് KCIയിൽ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സൺകൊനൂറിൻ്റെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. 13 മാസം പ്രായമുള്ള സൺകൊനൂറിൻ്റെ മെയിൽ. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വിത്ത് DNA ഉള്ള മെയിലാണ്. 13,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഗാഡിറ്റാനോ പൗഡറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ടി വരും. നല്ലൊരു അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത്. 3,000 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിക്സ് കിട്ടുന്നത് ബ്ലൂ ബാർ, ആൽമണ്ട്, അതുപോലെ ഗ്രിസിൽ കളറൊക്കെയാണ് ചിക്കുകൾ കിട്ടാറ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 3,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ബാറും അതേപോലെ തന്നെ ഒരു ആൽമണ്ട്. അത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗ്രേഡൈൻ്റെ 5 മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. നല്ല അടിപൊളി ലൈൻ വരുന്ന ഗ്രേഡൈൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. 12,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. പാലക്കാടാണ് ലൊക്കേഷൻ. അപ്പോൾ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5 മാസം പ്രായമായിട്ടുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പഗ്ഗിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഈ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 5,500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് പഗ്ഗിൻ്റെ ഫീമെയിൽ പപ്പി വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനാണെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പപ്പി 5,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 4 മാസം പ്രായമുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ഫ്ലാറ്റിലോ അതേപോലെയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രീഡാണ് പഗ്. നല്ല ടോയ് ബ്രീഡാണ് പഗ് എന്ന് പറഞ്ഞ ബ്രീഡ്. അപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി. 4 മാസം പ്രായമുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എടുത്തെടുത്ത് പറയുന്നത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്പർ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കാറില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പറുകൾ കൊടുത്തിരിക്കുന്നത് ബ്രീഡേഴ്സിൻ്റെ എല്ലാതും. ഒരു കാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത്. പേർഷ്യൻ കാറ്റ് നാടനും ക്രോസ് ആയിട്ടുള്ളൊരു മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ക്രോസ് ബ്രീഡ് കാറ്റിനെ ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൽ കാറ്റാണ്. 1 വയസ്സ് പ്രായമുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു സിൽവർ അരോണയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 ഫീറ്റിനത്തോളം ലെങ്ത് ഉണ്ട്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 9,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. സിൽവർ അരോണ. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാന്നാണ്. മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. നല്ല അടിപൊളി താറാവ് കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. 1 മാസം പ്രായം കഴിഞ്ഞത് കുട്ടനാടൻ ചാര ചെമ്പല്ലിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 1 മാസം പ്രായമായി ഇതാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു 10-12 പീസോളം കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 1 മാസം കഴിഞ്ഞതാണ് പ്രായം. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ ചാര ചെമ്പല്ലി വെറൈറ്റി വരുന്നത്. നല്ലൊരു അടിപൊളി ഒരു ഫീമെയിൽ ആടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 9 മാസം പ്രായമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അടുത്ത് കോട്ടപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 9 മാസം പ്രായമുള്ളൊരു ഫീമെയിൽ ആട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 6,600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ആടിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നതിന് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ
വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പറും സ്ഥലവും അടിസ്ഥാനത്തിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പറും കാരണം ആ പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും നല്ലതായി സെയിൽ എടുക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് എല്ലാവരും നിന്ന് ലഭിക്കുന്നത്. അതിനെല്ലാത്തിനും കാരണം നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സിന് നല്ല കട്ട സപ്പോർട്ട് ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ് എല്ലാവർക്കും സെയിൽ എടുക്കുന്നത്. അപ്പോൾ തുടർന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.